സുനിൽ ഐസക് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണോ? എന്താണ് അവിടെ നടക്കുന്നത്? രക്ഷാപ്രവർത്തനം നിർത്തിയില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ആ കാര്യം. അതായത് മുഖ്യമന്ത്രിയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ സ്ഥലത്ത് ഇപ്പോൾ സന്ദർശനം നടത്തിയിരുന്നു. അതുകൊണ്ട് ഒരു സുരക്ഷാ പ്രശ്നത്തെ തുടർന്നാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ മണ്ണ് നീക്കുന്ന പ്രവൃത്തി നിർത്തിവെച്ചത്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തുടരും വീണ്ടും പുനരാരംഭിക്കുമെന്നൊക്കെ ആയിരുന്നു നമ്മളോട് അറിയിച്ചിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ കനത്ത കാറ്റും മഴയും വന്നിരിക്കുന്നത്. അത് എല്ലാ തരത്തിലെയും പ്രവർത്തനങ്ങളെയും നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം വലിയ മഴ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. വലിയ തോതിൽ കുത്തി ഒഴുകുന്ന ഉറവ വെള്ളം, അതായത് വലിയ ശക്തിയായി തന്നെ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് കുത്തി ഒഴിച്ചിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുക എന്നതാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അതായത് കരസേന ഇവിടെയുണ്ട്. കരസേനയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു നിയന്ത്രണം, അതായത് രക്ഷാപ്രവർത്തനങ്ങളുടെ നിയന്ത്രണം കരസേന ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കരസേന ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ഒരു കൂടിയാലോചനയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം അങ്കോള ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് ഇനി ഒരു തുടർ നടപടി എന്നത് സംബന്ധിച്ചൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോ ഇത് നിർത്തിവെച്ചുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി എത്തിയ സമയത്ത് ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തൽക്കാലത്തേക്ക് മണ്ണെടുക്കുന്നത് നിർത്തിയതാണ്. അത് തുടരാനാണ് സാധ്യത. പക്ഷേ ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ, ഇതുപോലെ കോരിച്ചെറിയുന്ന മഴ പെയ്യുകയാണെങ്കിൽ മണ്ണ് നീക്കം വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോവുക. മാത്രമല്ല കനത്ത കാറ്റുണ്ട്. ആ കാറ്റും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇതിന് മുകളിൽ വലിയ മരങ്ങളുണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ നിന്ന് മരങ്ങൾ അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. രേഷ്മ. സുനിൽ, ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടാകണമെന്ന വലിയ ആഗ്രഹത്തോടെ കുറേയധികം മനുഷ്യർ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുമ്പോൾ ഏറ്റവും പ്രതികൂലമാകുന്നത് ഈ കനത്ത മഴയാണ്. എങ്കിൽ പോലും അതിൽ പോലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നില്ല. അത് മുന്നോട്ട് തന്നെ പോകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയം മുമ്പാണ് അപകട സ്ഥലം സന്ദർശിച്ചത്. ഉദ്യോഗസ്ഥരെ കണ്ടു. അദ്ദേഹം ഇപ്പോൾ അങ്കോള ഗസ്റ്റ് ഹൗസിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ശക്തമായ മഴയാണ് അപ്പോഴും അവിടെ വിഘാതം സൃഷ്ടിച്ചത്. അതുകൊണ്ട് മാധ്യമങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, സംസാരിക്കാൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പാണ് കരസേനാംഗങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ഒരു വലിയ ടീം തന്നെയുണ്ട്. രക്ഷാപ്രവർത്തനം അവർ ഏറ്റെടുക്കുകയാണ്. പക്ഷേ അപ്പോഴും കോരിച്ചൊരിയുന്ന ശക്തമായ മഴയും കാറ്റുമാണ് ഈ രക്ഷാപ്രവർത്തനത്തെ നിസ്സഹായതയിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെങ്കിലും മനുഷ്യർ ചിലപ്പോഴൊക്കെ നിഷ്പ്രഭരായി പോകുന്ന കാഴ്ചകൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അർജുൻ്റെ നാടും വീടും മലയാളികളും എല്ലാം കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത കേൾക്കണമേ എന്നാഗ്രഹിച്ചുകൊണ്ട്, ഒരു ജീവൻ്റെ തുടിപ്പെങ്കിലും ബാക്കി ഉണ്ടാകണമേ എന്നുള്ള ആഗ്രഹത്തോടെ 6 ദിവസങ്ങളായി കാത്തിരിക്കുകയാണ്.